ഹലോ എവരിവൺ, ഇതൊരു ഇൻട്രോ വീഡിയോ അല്ല. കാരണം എനിക്ക് ഇൻട്രോ എടുക്കാൻ അറിയില്ല. ഇത് SMYM ജർമ്മനിയിൽ ഈ അടുത്ത് നടന്നൊരു യുവജന കലോത്സവം ഉണ്ടായിരുന്നു. അത് കൊളോണിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അവിടേക്ക് പോകും വഴി ഞങ്ങൾ പകർത്തിയ കുറച്ച് ഓർമ്മകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. പ്രത്യേകമായി ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കൊളോൺ എന്ന യൂണിറ്റ് തികച്ചും ഒരു സാങ്കല്പികമായൊരു സംഭവം മാത്രമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലെ ചങ്കും സുഹൃത്തുമായ ഗിൽജോവുമായുള്ളൊരു ബെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു സെൻസ് എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കട്ടെ. പ്രാക്ടീസ് ഐറ്റംസ് എല്ലാം നമ്മുടെ ഇതിലുണ്ട്. ഹൗട്ട്ബാനോഫിലെത്തി കപ്പടിക്കാനായിട്ട് €250 പ്രൈസ് മണിയുള്ള SMYM ജർമ്മനിയുടെ കലോത്സവത്തിന്റെ ഫസ്റ്റ് പ്രൈസ് അടിക്കാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഫസ്റ്റ് ഉറപ്പിച്ചു, സെക്കൻഡ് ആർക്കാണെന്ന് വെച്ചാൽ മതി. അതെ, സെക്കൻഡ് ആർക്കാണ് നമ്മളിങ്ങനെ ഉറപ്പിക്കാനുള്ളൂ. നമ്മൾ അങ്കത്തട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ നിന്നാലും നമ്മുടെ അങ്കത്തട്ട് തുടങ്ങണം. മറ്റേ മ്യൂസിക് ഒക്കെ എല്ലാം കേട്ടാ. ജർമ്മനിയുടെ വിശിഷ്ടമായ പല ബ്രെഡുകൾ. ജർമ്മനി ബ്രെഡിന്റെ കാര്യത്തിൽ വളരെ ജർമ്മൻസിന്റെ ഇഷ്ട ഭക്ഷണം ബ്രെഡാണ്. അല്ല, നമ്മുടെ ഏതാ പ്ലാറ്റ്ഫോം? നാലിലേക്കാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ പോകേണ്ടത് കൊളോൺ വിൽഹൈമിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മള് റീജിയോണൽ വാൻ എടുക്കുന്നത്. അവസാനം മനസ്സുണ്ട്, കപ്പടിച്ചേക്കണടാ. അതേ സിനിമ. കൊളനെതിരുള്ള പ്രതിഷേധം. നമ്മുടെ എന്തെങ്കിലും പറഞ്ഞ കൊളനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കൊളോണിനെതിരെ 2 വാക്ക് പറയാൻ എനിക്ക് അധികാരമുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൊളോൺ തോറ്റുപോയി, ഞാൻ ജയിക്കും. ഞാനുള്ളിടത്തോളം കാലം ബ്രഹ്മൻ ഹാനോവർ റീജിയൻ താന്നു പോവില്ല. താഴത്തില്ലടാ. ജർമ്മന്മാരെ മിക്കവാറും പിടിച്ച് പുറത്താക്കും. ഒന്നും ഒരു പാട്ട് പഠിക്കും. ഫ്രാങ്ക്ഫോർട്ട് ഓൾറെഡി 60 പോയിന്റ് ഉണ്ട്. നമ്മള് ഓഫ്ലൈൻ തൂക്കുന്നു. ഡിസ്ട്രിക്ട് അടിച്ച് ജയിച്ചിട്ട് തന്നെയല്ലേ ഞങ്ങളോട് ഇരിക്കുന്നത്. റിങ്ങി കയറുമ്പോ ഏതവനായാലും ഇടിച്ച് പൊളിച്ചാ പോരെ. അല്ലേടാ ഷിഫാസെ? നല്ല അതെ, എനിക്ക് എത്ര പറയാനുള്ളൂ. ഈ തവണ കപ്പ് നമ്മുടെ വീട്ടിലായിരിക്കും. അടുത്ത തവണ നമ്മൾ കൊടുക്കരുത്, നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇന്നലെ അവിടുത്തെ ഒരു കപ്പ് എടുത്തിട്ട് വരായിരുന്നു നമുക്ക്. എവിടുന്ന്? ചായക്കപ്പണോ? ട്രോഫി ഒന്നല്ലെങ്കിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നല്ലോ കുറച്ചേരം മുന്നേ.
പുള്ളി ഇനി അത് തിരിച്ചു പോയാലും കേട്ടോണ്ടിരിക്കും. ഭയങ്കര ഡെഡിക്കേഷൻ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നല്ല ഷോട്ടുകൾ അവിടെ നിന്ന് കിട്ടുന്നു. ഭയങ്കര ആലോചനയാണ്. ലാസ്റ്റ് അവന് തൊട്ടൊക്കെ വന്നിട്ട് തെറ്റിക്കുന്നു. ഈ മറ്റേ ആരാ? അതെ കറക്റ്റ് കളിക്കും പുള്ളി. റോളൊക്കെ മനസ്സിലായില്ലെങ്കിൽ അവിടെ മരമായിട്ട് നോക്കുമ്പോ പറയില്ല 5 മരം ഒരാൾ മൊത്തം. ഇന്നലെ സാധനം ഉണ്ടായിരുന്നു. ഇന്നലെ വേറെ സീൻ. ആള് സിഗരറ്റ് അടിച്ചോണ്ടിരിക്കുന്നു. മറ്റേ ഞങ്ങൾ അനാഥരല്ല, ഗുണ്ടകളാണ്. ക്യാരക്ടർ കയറിട്ടാ. സ്റ്റേജ് കയറിട്ട് മന്ദചൂട ശിവശങ്കര പാർവതി. ഇതാ ഇത് വരുന്നില്ലേ? അത് ഞാൻ വെറുതെ എന്റെ സമ്മാനത്തിന് എടുത്തു. നമുക്ക് എടുക്കാം. പക്ഷെ ഇത് വേണേ എല്ലാം തരാം. ഞങ്ങള് ഇവരുടെ എന്താ പ്രാക്ടീസ് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കെങ്ങാനും ഫസ്റ്റ് അടിച്ച ഡെഡിക്കേഷൻ പെയ്ഡ് ഓഫ്. അതെ, ഫസ്റ്റ് അടിച്ച് മെയിനായിട്ട് എടുക്കുന്നറിയോ? ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിൻജോ എന്ന് പറഞ്ഞിട്ട്. ആളെ കളിയാക്കാൻ വേണ്ടിട്ട് ഞങ്ങള് 3 പേരും ഒരേ നാട്ടുകാരാ, ഒരേ പള്ളി. അവൻ തൃശ്ശൂരല്ലേ? നീ വേണ്ട, ചേട്ടൻ തൃശ്ശൂരല്ലേ? എന്ത് കൊട്ടത്തങ്ങ ക്യാമറ തിരിച്ച് ചേട്ടൻ തൃശ്ശൂർ എവിടെയാ? അഭിനയിക്കാൻ പോണു. മ്യൂസിക് കേൾക്കാൻ പോവാണ്. ശരിയാവില്ല. കുറച്ച് മെയിൻ ടോപ്പിക് കൂടിയാ. എന്തുകൊണ്ട് നമുക്ക് ഉറങ്ങിക്കൂടാ? എല്ലാവരും പക്ഷെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്നതല്ല. ഉറങ്ങാതിരുന്ന് പ്രവർത്തിക്കണം. അതെ, നമ്മൾ ഇന്ന് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാ ഇന്ന് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നല്ല കുറച്ച് സംഭവങ്ങൾ കിട്ടും. മറവി, ഓർമ്മക്കുറവ്, ബ്രെയിനൊക്കെ വർക്ക് ചെയ്യാണ്ടിരിക്കും. ഡെലീറ് അല്ലേ? ഇതിന്റെയൊക്കെ ജർമ്മൻ പറഞ്ഞേ? ഇതെല്ലാം ജർമ്മനാ പറഞ്ഞേ. അയ്യോ, ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ ആര്? ചേട്ടൻ? ജോലിയാ ഫിസിയോതെറാപ്പിസ്റ്റാ? ഇഷ്ടായി എല്ലാരും നോക്ക്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ്. ഞാൻ തന്നെ. ഒരു ഫിസിയോതെറാപ്പി അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, കഴിവില്ലാത്തൊരു ഫിസിയോതെറാപ്പിസ്റ്റ്. പണ്ടത്തെ പോലെ ജർമ്മനിയില് മാസം തരും. ചേട്ടൻ ചെയ്തു നന്നായിന്നൊക്കെ. എന്തുകൊണ്ട് നമുക്ക് അല്ല ഫിസിയോതെറാപ്പി കോഴ്സിനെ കുറിച്ച് പറയാനുള്ള എങ്ങനെയുണ്ട്? കോഴ്സാ അടിപൊളി കോഴ്സ്. അവിടെ ചേട്ടൻ ജോലി അപ്പൊ ഭയങ്കര നാട്ടിലുണ്ടല്ലോ, നാട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണോ? ഇതെങ്ങനെ ഇവിടെ സെറ്റായി? ഇതാ ഡയറക്റ്റ് ജോബ് സിക്കർ വിസൽ വന്നോ? ജോബ് സീക്കറിൽ വിസ വന്നു. പക്ഷെ ഇവിടെ മറ്റേ അനർക്കൻ എക്സാം ഉണ്ട് 6 മാസം പൊളി ബുദ്ധി ഉണ്ടായിരിക്കും അല്ലേ? ചുമ്മാ തട്ടിക്കൂട്ടായിരുന്നോ? ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, ബുദ്ധിമാനല്ല. അത് പറഞ്ഞ അയ്യോ ഒരു ഷ്ലാഗൻഫാൾ വന്ന് കിടക്കുന്ന ഒരു പേഷ്യന്റ്. ആ ഷ്ലാഗൻഫാൾ വന്ന പേഷ്യന്റെ പറയാനായിട്ട് ഞങ്ങളെ അത് ഈ എല്ലാ പരീക്ഷ കേട്ട ചോദ്യം. അത് 4 കൺസെപ്റ്റ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോറി, എനിക്കറിയത്തില്ല. പഠിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ. അവിടെ നിന്ന് ഓണായിട്ടില്ലല്ലോ. ഓണ റെക്കോർഡിങ്. അവിടെ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ ഇവരെ കൂടി കവർ ചെയ്തിട്ട് വരുമോ ബാക്കിയുള്ള ടീംസിനെ? അവരോട് എന്തെങ്കിലും ചോദിക്കണം. എന്തെങ്കിലും ചോദിക്കും. എന്താ പറയാനുള്ളത് ചോദിച്ചാൽ മതി. എന്തിനെ പറ്റി ടൂറിസ്റ്റ് എന്താ പറയാനുള്ളത്? എന്താ? ചോദിക്കും. ഞാനും വരാം. ഇരട്ട സംഗമമായി പോവാം. ഇതാണ് നമ്മുടെ ബ്രഹ്മലത്തെ
ഭ്രമനോ ഞങ്ങളെ ഗീല് 2 കീടങ്ങള് മിക്കും ടിക്കും. മറ്റേ ബാത്റൂം ഒക്കെ കഴിക്കുമ്പോ ലാസ്റ്റ് വരുന്ന കീടാനല്ലേ രണ്ടിരിക്കണു ഒരേ ഡ്രസ്സൊക്കെ ഇട്ട്. ഞങ്ങള് പോയിട്ട് ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ എന്താണ് എർവാർട്ടൻ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കയറ്റിയാ മതിയായിരുന്നു. കേറ്റിയാൽ മതി. എന്താണ് താങ്കൾക്ക് ആദ്യമായി ഒരു മത്സരത്തിൽ? ഞാൻ പങ്കെടുത്ത രണ്ടാമത്തെ കോമ്പറ്റീഷനാണ്. അതെല്ലേ, ജയിക്കുമോ? ഏതാണ് ആദ്യത്തെ കോമ്പറ്റീഷൻ? ഞാൻ ലാസ്റ്റ് അതെല്ലേ, അപ്പൊ ഇന്ന് നല്ല പ്രതീക്ഷയുള്ളത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ എന്തിനോ വരുന്നത്, അതെല്ലേ, ചുമ്മാ കാണാൻ വരുന്നത്. ഓക്കെ, നമ്മൾ ജയിക്കില്ലേ? ജയിക്കും. ഓക്കെ, മതി. കീടാണുക്കൾ നമ്മളെന്തായാലും ഈ കടോനും നമ്മൾ ജയിക്കുമോ? ജയിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു അഹങ്കാരമായി മാറും. പക്ഷേ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇന്ന് നമ്മൾ പോകുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ മാർഗങ്ങളെ പറ്റി? വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, ആണല്ലോ അല്ലേ? നമ്മൾ ജയിക്കുമോ? ജയിക്കും. എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇവിടെ എന്താണ് പറയാനുള്ളത്? സന്തോഷം മാത്രം. ഇവിടെ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മള് ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് ഭയങ്കര എന്താ ക്യോളം തോക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെ, എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ടൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. എന്റെ വീട്ടുപേരെന്നറിയോ? ചോദിക്കേ. ചക്ക് പറിക്കൽ ത്രേസ്യ. അല്ല, മുണ്ടക്കൽ. മുണ്ടക്കൽ തറവാട്ടില് ശേഖരന്റെ ആരായിട്ട് വരും? അതറിയത്തില്ല ആരാന്നൊന്നും. എന്റെ അപ്പം ബേബിയാ. മുണ്ടക്കൽ ബേബി. നീ മുണ്ടക്കലാണെങ്കിൽ ഞാൻ കൊളപ്പുള്ളി. എന്റെ വീട്ടുപേര് പറഞ്ഞ നായത്തോടെ നായത്തോടെ. അവിടേക്ക് തിരിയണ്ട. റെജിന്റെ വീട്ടുപേര് കൊള്ളന്നൂർ. അവിടെ അല്ല, അങ്ങോട്ട് തിരിച്ചോ. എനിക്ക് വീട്ടുപേരില്ല സത്യം എനിക്ക് വീട്ടുപേരില്ല. വീട്ടുപേരില്ലാത്ത ഒരാള് പറയണോ? തുണ്ടിനേത്ത്. അവിടുന്നൊക്കെ എഴുന്നേറ്റ് വെക്കണത് ആരാത്? അപ്പൊ കഷ്ടപ്പെട്ടിട്ട് പേരാണത് ആലോചിച്ച് കിട്ടണ്ട്. അപ്പനൊരു കില്ലാടി അല്ലേ? അപ്പനല്ലേ, വല്യപ്പന്റെ അപ്പൻ. പക്ഷെ തുണ്ടിനേത്തുകാര് ഞങ്ങളുടെ അൽമാരിയിലുള്ള ഇടുക്കി പ്രദേശങ്ങളിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ്. അതുകൊണ്ട് ആരും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. നീ എല്ലാരും വീട്ടുപേര് ചോദിക്കാൻ പോകണ്ട അവിടേക്ക്. നീ പെണ്ണ് എന്തൊക്കെയോ കിടന്ന് കാലറുന്നുണ്ടായിരുന്നു, ഉറങ്ങിയോ? ചെറുതായിട്ടോ. കുറച്ചു കഴിയുമ്പോൾ പോകാൻ കൊടുക്കും, അപ്പൊ നല്ല ഷോട്ടായിരിക്കും. നല്ല ചേച്ചി. എന്റെ മോളെ ചാച്ചു വന്നോ? ചുഞ്ചിരി മോളെ. എനിക്ക് ഓക്കെ, അയന ജോസിന്റെ ബർത്ത്ഡേ എന്തായിരുന്നു? എന്നായിരുന്നു? ഞാൻ മറന്നുപോയി. എന്തിനായിരുന്നു? നമ്പർ 2. ഓക്കെ, ആൻഡ് യുവേഴ്സ്? April 14. ഓക്കെ, ആൻഡ് യുവേഴ്സ്? September 1. ഓക്കെ. അമലേട്ടന്റെ ബർത്ത്ഡേ ജനിച്ചില്ലേ? ചത്തോ? ചത്തു. എന്നാ കുഴപ്പമില്ല. ആൽബിൻ? May 27. ഓക്കെ.
അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാവുന്നു. ബർത്ത്ഡേ എന്നായിരുന്നു എൻ്റെ? ഫെബ്രുവരി 26. ബർത്ത്ഡേ എന്നായിരുന്നു? ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 28-നാണ്. എല്ലാവരും വരണം. ഓക്കെ. അയ്യോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അല്ലേ? രസമുണ്ട്. 4 സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ടിൽ. എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 28-നാണ്. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 28-നാണ്. എല്ലാവരും വരണം. ഓക്കെ ഓക്കെ. വീഡിയോ ഇറങ്ങിയാൽ